ുള്ളത്. അപ്പോൾ പലപ്പോഴും ആളുകൾ പറയും, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഞങ്ങൾ ക്ലിപ്പ് കണ്ടതല്ലേ. അതേ ക്ലിപ്പിന്റെ കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? ക്ലിപ്പ് എന്തെല്ലാം ആർക്കെല്ലാം ഉണ്ടാക്കാം. ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? ഹുസൈൻ സലഫിയോ അയാളുടെ പണ്ട് കിടണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്, നമ്മൾ സ്നേഹിച്ചിരുന്നയാളാണ്, ശരിയാണ്. പക്ഷേ ഇപ്പൊ അയാൾ പഴച്ചുപോയി, ശിർക്കിലേക്ക് പോയി, ഖുറാഫാത്തിന്റെ ഏജന്റായി പോയി. അതേ ഖുറാഫികളിലേക്ക് ആളെ കൂട്ടുന്ന, റിക്രൂട്ട് നടത്തുന്ന ഏജൻസിയാണ് പോലും. അതിനെന്താ തെളിവ്? നമ്മുടെ ഹുസൈൻ സലഫിയാ പറയുന്നത്. എന്താ പറയുന്നത്? മരിച്ചെടുത്ത് ഖുർആനോദനേ, മരിച്ചോടത്ത് യാസീനോദനേ. എന്നിട്ടതാ ഈ ഫേസ്ബുക്ക് എന്തെന്ന് തിരിയാത്ത, ഈ ക്ലിപ്പുകളുടെ കളി എന്തെന്ന് തിരിയാത്ത, ഈ ഗൂഗിൾ എന്തെന്ന് തിരിയാത്ത, ഈ വാട്സപ്പ് എന്തെന്ന് തിരിയാത്ത, ഈ ക്ലിപ്പിന്റെ സംവിധാനങ്ങൾ എന്തെന്ന് തിരിയാത്ത പാവപ്പെട്ട പ്രായമുള്ള ഉമ്മമാര് കൂടി നിൽക്കുന്നിടത്ത്, അതേ ഉപ്പമാര് കൂടി നിൽക്കുന്നിടത്ത്, എന്റെ കാരണവന്മാര് കൂടി നിൽക്കുന്നിടത്ത് മൊബൈലിൽ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. കണ്ടോ ഹുസൈൻ സലഫി പറയുന്നത് കേട്ടോ? ആരുണ്ടാക്കിയ ക്ലിപ്പായത്? അതേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ സത്യം കൊണ്ട് ജയിക്കില്ലെന്ന് മനസ്സിലാക്കിയ അന്ധവിശ്വാസികൾ, അതേ ഖബറാരാധകന്മാർ, ശിർക്കിന്റെ ആളുകൾ, വിദഅത്തിന്റെ കക്ഷികൾ, അവര് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്ലിപ്പാണ്. ഷാർജയിൽ വെച്ചിയുള്ളവൻ നടത്തിയ പരലോക വിശ്വാസം എന്ന തുടർച്ചയായ ഒരു പ്രഭാഷണം. ആ പ്രഭാഷണത്തിന്റെ 190ഓളം സീഡികളുണ്ട്. അതിൽ 4ാമത്തെ ഒരു സീഡിയുണ്ട്, സുഖകരമായ മരണം എന്നാണ് ആ സീഡിയുടെ പേര്. ഈ കൗണ്ടറിലുള്ള ബുക്ക് സ്റ്റാളിൽ അതുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. കുറച്ച് കോപ്പികൾ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. തെറ്റിദ്ധരിച്ച വല്ല ഉമ്മമാരുമുണ്ടെങ്കിൽ, തെറ്റിദ്ധരിച്ച വല്ല ഉപ്പമാരുമുണ്ടെങ്കിൽ ആ പ്രസംഗം നിങ്ങളൊന്ന് മുഴുവൻ കേൾക്കണേ. ആ 1 മണിക്കൂർ നേരത്തെ എന്റെ പ്രഭാഷണം നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ പറയുന്ന സിഡിയിൽ നിന്ന് 3 സ്ഥലത്ത് വെച്ച് അതിവിദഗ്ധമായി മുറിച്ചെടുത്ത്, അതേ ഞാൻ ആ സിഡിയിൽ പറയുന്നത്, മരിച്ചയിടത്ത് പോയിട്ട് നിങ്ങൾ ഖുർആൻ ഓതുകയല്ല വേണ്ടത്, യാസീൻ ഓതുകയല്ല വേണ്ടത്, മറിച്ചാണ് വേണ്ടത് എന്ന് പറയുന്ന ആ ഭാഗങ്ങളൊക്കെ അടർത്തി മാറ്റിയിട്ട്, യഹൂദികൾക്കൊരു പണിയുണ്ട് കേട്ടോ. എന്താണ് ജൂതന്റെ പണി? ഖുർആനിലൊരായത്തുണ്ട്, സൂറത്തുൽ ബഖറയിലതാ 111ാമത്തെ ആയത്തിന്റെ ഉമ്മമാർക്കറിയില്ലേ? നിങ്ങളത് പഠിച്ചിട്ടില്ലേ? എന്താണ് അതിൽ പറയുന്നത്? വഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ തിൽക അമാനിയുഹും ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. എന്താണ് അതിൽ പറയുന്നത്? വഖാലൂ, യഹൂദികളും നസറാനികളും പറയുന്നു, സ്വർഗത്തിൽ യഹൂദിയോ നസറാനിയോ ആയാലല്ലാതെ പ്രവേശിക്കൂല. എന്നിട്ടെന്ത് ചെയ്തു? വഖാലൂ എന്ന് കട്ട് ചെയ്തു. അതേ, അതവരുടെ പൂതിയാണെന്ന് പറയുന്ന ബാക്കി ഭാഗവും കട്ട് ചെയ്തിട്ട് ഈ ഭാഗം മാത്രം എടുത്തു കൊടുക്കുന്ന യഹൂദികളുടെ സംസ്കാരം, അതേ ഈ ഉള്ളവന്റെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് വിദഗ്ധമായി കട്ടുമുറിച്ച് ഞാൻ പറയുന്നതിനെതിരാക്കിക്കൊണ്ട്, അതേ മുജാഹിദേ നീ പഠിച്ചു വെച്ചോ, നിന്റെ ഹുസൈൻ സലഫിയാണ് ഈ പറയുന്നത്. അയാളിപ്പോ പണ്ടത്തെ ഹുസൈൻ സലഫിയല്ല, മരിച്ചയുടെ തോരാനുള്ള ഖുറാഫാത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന സലഫിയാണ്. അതുകൊണ്ട് പ്രസംഗം കേട്ടുപോണ്ട, പന്തലിലേക്ക് പോണ്ട, ആ പ്രസംഗം കേൾക്കണ്ട. അയാൾ വല്ലാത്ത മോശക്കാരനായി പോയി എന്ന് പറയുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വിനയത്തോട് പറയുന്നു, ഞാനിവിടെ ക്ലിപ്പുകൾ കാണിക്കാൻ ഇന്ന് ഉദ്ദേശിച്ചതല്ല. പക്ഷേ നിരന്തരം നമ്മുടെ ആളുകൾ അങ്ങനെ പറഞ്ഞപ്പോ അത് മാത്രം എന്റെ പ്രസംഗത്തിനിടയ്ക്ക് ഞാനൊന്ന് കേൾപ്പിക്കുന്നു. ആദ്യം എന്നെപ്പറ്റി ഉണ്ടാക്കിയ ഭാഗം നിങ്ങളൊന്ന് കേട്ടോ, പിന്നെ അതിന്റെ ശരിയായ ഭാഗവും കേട്ടോളൂ. വല്ല ഉപകാരവും കിട്ടണോ? ആ സ്ഥലത്താരെങ്കിലും ഹാജരുണ്ടെങ്കിൽ, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നല്ലത് പറയണേ, നല്ലത് പറയണേ, നല്ല കാര്യത്തിന് അല്ലാഹുവോട് ചോദിക്കണേ.
നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത്. ഏറ്റവും നിങ്ങൾ കേട്ടോ, നല്ലത് പറയണേന്ന് കഴിഞ്ഞതിന്റെ ശേഷം എന്റെ ചിത്രം ഒന്ന് ചാടിയത് ശ്രദ്ധിച്ചു നമ്മള്. അതിങ്ങനെ പറയുന്നതിന്റെ ഇടയ്ക്ക് എന്റെ ചിത്രം ഒന്നിങ്ങനെ വെട്ടണ്. അതായത് വിദഗ്ധമായിട്ട് നമ്മളെ ഉമ്മാർക്ക് മനസ്സിലാവില്ല, നമ്മളെ പ്രായമുള്ള കാരണവന്മാർക്ക് തിരിയൂല. ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കറിയാം. കണ്ടോ, അവിടെ എന്തോ കട്ട് ചെയ്യുമ്പോഴാണ് ആ ചിത്രം ഒന്ന് മാറുന്നത്. ശ്രദ്ധിച്ചോളൂ. നല്ല കാര്യത്തിന് അല്ലാഹുവോട് ചോദിക്കണേ. നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത്. ഏറ്റവും വലിയ നല്ല വാക്ക് ഖുർആനല്ലേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ. കണ്ടോ, ഈ ഭാഗമാണ്. ഇതാണിപ്പോ ഇവര് സാധാരണ കേൾപ്പിക്കുന്നത്. ഇവര് സാധാരണ ആളുകൾക്ക് കല്യാണ വീട്ടിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ ഖുറാഫികള് കുബൂരികള് എന്നോടുള്ള വ്യക്തിവിദ്വേഷം തീർക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ചില പഴയ സുഹൃത്തുക്കളും ഇതാപ്പൊ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഞാനിവിടെ പറഞ്ഞത്? ഇതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ എന്താ പ്രസംഗത്തിൽ പറയുന്നത് എന്നറിയോ? ഇദാ ഹദർതുമുൽ മരീളാവിൽ മയ്യിത ഫഖൂലു ഖൈറാ. നിങ്ങളൊരു രോഗിയുടെയോ ഒരു മയ്യത്തിന്റെയോ സമീപത്ത് ചെന്നാൽ നിങ്ങൾ നല്ലത് മാത്രം പറയണേ. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, ഇതിന്റെ അർത്ഥം മരിച്ചയിടത്ത് ഖുർആൻ ഓതണം എന്നല്ല, ഇതിന്റെ അടുത്ത് മരിച്ചയിടത്ത് യാസീൻ ഓതണം എന്നല്ല, മറിച്ച് നിങ്ങൾ നല്ലത് പറയണേ എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയിട്ട് ജനാസയുടെ സമീപത്ത് പോയിട്ട് ആ ജനാസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതാണ് ആവശ്യപ്പെടുന്നത്. അതല്ലാതെ നിങ്ങൾ നല്ലത് പറയണേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. നല്ലത് കൊണ്ട് ഉദ്ദേശം ഖുർആനല്ലേ, അതുകൊണ്ട് അതല്ലേ ഹസീനല്ലേ, അതല്ല അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നിടത്ത് നിന്ന് അതല്ല അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കട്ട് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പുറവും കട്ട് ചെയ്തു. അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒന്നിച്ചു കേൾക്കുമ്പോ എന്ത് തോന്നും? അതേ ഹുസൈൻ സലഫി പറയുന്നു, നിങ്ങളൊരു ജനാസയുടെ സമീപത്തെത്തിയാൽ നല്ലത് പറയണേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും നല്ല വർത്തമാനം അല്ലാഹുവിന്റെ ഖുർആനല്ലേ, യാസീനല്ലേ, അതുകൊണ്ട് അത് ഓതണമെന്നാ ഇപ്പ മൗലവി പറയുന്നത് എന്നാക്കി മാറ്റി. അതുകൊണ്ട് അതിന്റെ പൂർണ്ണ ഭാഗം മുഴുവനല്ല, ബാക്കിയുള്ള ഭാഗം നിങ്ങൾ കേൾക്കുക. ആ സ്പീഡ് നിങ്ങൾ മുഴുവനുമായിട്ടൊന്ന് കേൾക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ. അതൊന്ന് കേൾക്കണം. രോഗിയുടെ സമീപത്താണെങ്കിലും ഇനി ഒരു ജനാസയുടെ സമീപത്താണെങ്കിലും മനുഷ്യന്മാരിങ്ങനെ മരണം ഒരാൾക്ക് ആസന്നമാകുന്ന നേരത്ത് ചുറ്റുഭാഗത്തും കൂട്ടുനിന്നുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് കാര്യമില്ല, അതല്ലെങ്കിൽ പൊട്ടി കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. രോഗിയുടെ സമീപത്ത് അത് ഏത് നിലക്കുള്ള രോഗിയാണെങ്കിലും ആസന്ന മരണനായ രോഗിയാണെങ്കിലും ഇനി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ജനാസ മയ്യത്താണെങ്കിലും അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഖൈറായ കാര്യങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇദാ ഹദർതുമുൽ മരീദ അവൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. പല സഹോദരങ്ങളും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ പറയുന്നത്. രോഗിയുടെ അരികിൽ പോയി മറ്റുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് പിരിഞ്ഞു പോരുന്നു. മരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ നെടുവീർപ്പും വെപ്രാളവും ചുടുവിശ്വാസവും അതുപോലെ തന്നെ ഖേദപ്രകടനവും സഹതാപവാക്കുകളും ഒക്കെ പറയുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ, ഈ മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണോ, ആ സ്ഥലത്താരെങ്കിലും ഹാജരുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നല്ലത് പറയണേ. ഇപ്പൊ കേട്ടില്ലേ, നിങ്ങൾ നല്ലത് പറയണേ. ഇവിടെ കട്ട് ചെയ്തു. ഇതവർ കേൾപ്പിച്ച ഭാഗമാണ്. ഈ കട്ട് ഇതിന്റെ ബാക്കി കേട്ടോ. നല്ലത് പറയണേ, നല്ല കാര്യത്തിന് അല്ലാഹുവോട് ചോദിക്കണേ. ആസന്ന മരണനായ രോഗിയുടെ സമീപത്ത് പോയി യാസീരോധനം എന്നല്ല ഇതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ജനാസയുടെ സമീപത്ത് ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതണം എന്നല്ല ഇതിന്റെ അർത്ഥം. ഫഖൂലൂ ഖൈറാ. നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത്. ഏറ്റവും വലിയ നല്ല വാക്ക് ഖുർആനല്ലേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം
അള്ളാന്റെ കലാമല്ലേ? അപ്പോൾ പിന്നെ രോഗിയുടെ അരികിലിരുന്നു കൊണ്ട് മരണം ആസന്നമായ രോഗിയുടെ സമീപത്ത് യാസീൻ ഓതിക്കൊടുക്കലല്ലേ വേണ്ടത്? അതല്ലെങ്കിൽ മരിച്ച മയ്യത്തിന് സമീപത്തിരുന്നു കൊണ്ട് ഈ ഖുർആനോദരല്ലേ വേണ്ടതെന്നല്ലേ ആ ഹദീസിൽ പറയുന്നതെന്ന് ചിലരൊക്കെ സംശയിച്ചേക്കാം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഹദീസ് പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹദീസ് ആദ്യമായി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവരൊക്കെ അതിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചത്, എന്താണ് മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതങ്ങ് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫഇന്നൽ മലായികത, നിശ്ചയമായും മലക്കുകൾ യുഅമ്മിനൂൻ, അവർ ആമീൻ ആമീൻ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്. നിങ്ങൾ അള്ളാഹുവോട് അവിടെ വെച്ച് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു രോഗിയുടെ സമീപത്തെത്തുമ്പോ അല്ലാഹുവേ, ഈ രോഗിക്ക് നീ ശമനം നൽകണേ, ശിഫയാക്കണേ അല്ലാ. എത്രയോ മര്യാദകൾ രോഗിയുടെ സമീപത്തുണ്ടല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. രോഗിയുടെ സമീപത്ത് ചെല്ലുമ്പോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്ത് സന്ദർശനമാണ്? വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ. ഒരു കാര്യം ചെയ്യരുത്, അത് തെറ്റാണ്, അതല്ല അതുകൊണ്ട് ഉദ്ദേശം, അതിന്റെ ഉദ്ദേശം ഇന്നതാണെന്ന് വളരെ കൃത്യമായി പറഞ്ഞ ഒരേ പ്രസംഗത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് പലതും അടർത്തി മാറ്റി കത്രിക വെച്ച് കട്ടുമുറിച്ച് അത് യൂട്യൂബിലിട്ട് അത് മൊബൈലുകളിലൂടെ മെസ്സേജായി പാസ് ചെയ്തത് വാട്സപ്പിലൂടെ കൈമാറി, എന്നിട്ടത് ആളുകൂടിയിടത്തൊക്കെ ഇങ്ങനെ ആളുകളെ കേൾപ്പിക്കുമ്പോ ഇതൊന്നും മനസ്സിലാക്കാത്ത ഉമ്മമാര് പറയുന്നു, ഓ സലഫിയുടെ കാര്യം കഷ്ടം തന്നെ, അത്രമാത്രം ഇപ്പൊ പിഴച്ചുപോയല്ലേ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇനിയും തെറ്റിദ്ധരിക്കാനാണ് ഭാവമെങ്കിൽ, ഇനിയും ഈ നുണപ്രചരണം കൊണ്ട് നടക്കാനാണ് ഭാവമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും, അവരുടെ നാവുകൾ അവർക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അതേ അവിടെ വെച്ച് കാണാം, അവിടെ വെച്ച് കണക്കുകൾ തീർക്കാം എന്നതല്ലാതെ തെറ്റിദ്ധരിച്ചവരോട് ഒന്നും വേറെ പറയാം.